നിങ്ങൾക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോലീസിനെ സമീപിച്ച് പോയപ്പോൾ ആ കേസിന്റെ ഭാഗമാകാനോ അല്ലെങ്കിൽ പോലീസ് വിളിച്ചപ്പോൾ പോകാൻ ലക്ഷ്മി കൂട്ടാക്കിയില്ല എന്നൊക്കെയാണ് അയാളുടെ വിശദീകരണം. എന്നാ വിളിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഓണത്തിന്റെ ടൈം ആയിരിക്കും, എല്ലാവർക്കും കുറച്ച് വർക്കും കാര്യങ്ങളും തിരക്കുണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു. ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ആ സമയത്ത് തന്നെ എന്റെ ജോലി നിർത്തലാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നവരാണ് പോലീസുകാർ. അവർ അതൊരു ഡേറ്റ് മാറ്റി തരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, റോബിൻ രാധാകൃഷ്ണന്റെ കള്ള കേസിൽ സമയം കളയാനായിട്ട് എനിക്കില്ല. ഞാനും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് വിളിപ്പിച്ചപ്പോൾ റോബിൻ വന്നിട്ടില്ല. റോബിൻ്റെതായ കാര്യം പറഞ്ഞ് മുങ്ങി നടക്കുമായിരുന്നു. ഞാൻ പക്ഷേ ഒരു മീഡിയയിലും വന്നത് പറഞ്ഞിട്ടില്ല. സാമ്പത്തിക തട്ടിപ്പിനാണോ റോബിനെതിരെ ലക്ഷ്മി പോലീസ് പരാതി നൽകിയത്? ആ ഒരു കേസിന്റെ സ്റ്റാറ്റസ് എന്താണ്? ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്താ ഉണ്ടായത്? രണ്ട് കാര്യത്തിനായിരുന്നു കൊടുത്ത്. മോശമായിട്ടുള്ള ഭാഷ എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചില്ല. യെസ്, തീർച്ചയായിട്ടും അതെ. പൈസ ചോദിച്ചത് തന്നെയാണ് ഇതാക്കിയത്. പിന്നെ ഈ പൈസ തിരിച്ചിട്ടാനും മോശമായിട്ട് സംസാരിക്കും. രണ്ട് കാര്യത്തിനോടായിട്ട് FIR ഇടുന്ന സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കുമാണ് ആള് സന്ധി സംഭാഷണം നടത്തി പിന്നെ ഇന്ന ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് മാപ്പ് അപേക്ഷിച്ചിട്ട് അന്ന് നിർത്തലാക്കിയത്. FIR ഇപ്പോൾ ഇട്ടിട്ടില്ല. ഇല്ല, ഇനി ഞാൻ പുതിയൊരു കേസ് കൊടുക്കത്തുള്ളൂ. ആ കേസ് ഞാനോട് വിടും, പുതിയൊരു കേസ് കൊടുക്കുള്ളൂ. ഇപ്പോൾ ഇത്രയും ഉണ്ടായ സംഭവ വികാസങ്ങളുണ്ടല്ലോ, എല്ലാം കൂടെ കൂട്ടിയിട്ട് പുതിയൊരു ഫ്രഷ് ആയിട്ടുള്ള കേസ് എടുത്തുള്ളൂ. 8 ലക്ഷം രൂപ തരാനുണ്ട്, ചോദിക്കുമ്പോൾ മോശം ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അതെ, ഗുരുതരമായ പരാതിയാണ് ലക്ഷ്മി ആവർത്തിക്കുന്നത്. പണവുമായി ബന്ധപ്പെട്ട് പുതിയൊരു കേസ് കൂടി നൽകുമെന്നാണ് ലക്ഷ്മി വ്യക്തമാക്കുന്നത്.